മുണ്ടക്കൈയിൽ കടാവർ നായ്ക്കൾ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയെന്ന് അറിയേണ്ടതുണ്ട്. അവിടെ വലിയ രീതിയിൽ മണ്ണ് എടുത്തു മാറ്റിക്കൊണ്ട് തിരച്ചിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ അല്ലമീനിന്റെ വിവരങ്ങളുമായി. അല്ലമീൻ, കടാവർ നായ ഒരു വീട് തകർന്നതിന് താഴെ കുറച്ചു നേരമായി മണത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗം കുഴിച്ചുകൊണ്ടുള്ള തിരച്ചിലേക്ക് കടക്കുകയാണോ? സ്മൃതി, അതാണിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. രാവിലെ സന്നദ്ധ പ്രവർത്തകരെത്തി പരിശോധിച്ചപ്പോൾ മുണ്ടക്കൈയിൽ രണ്ടിടത്താണ് ദുർഗന്ധം വമിച്ചത്. ആ ഭാഗത്ത് അവർ പരിശോധന നടത്തുകയും അവർ വിവരമറിയിച്ചതിനനുസരിച്ച് കെടാവർ നായയെ എത്തിച്ച് പരിശോധിക്കുകയും ചെയ്തു. അതിൽ ഒരു വീട്ടു പരിസരത്ത് കെടാവർ നായ ഒരുപാട് നേരം ഒന്ന് ചുറ്റിക്കറങ്ങി. പക്ഷേ പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിരുന്നില്ല. അവിടെ JCB എത്തിച്ച് പരിശോധന ഇപ്പോൾ തുടരുകയാണ്. അതിന് പിന്നാലെയാണ് കെടാവർ നായ എത്തിയ മറ്റൊരു ഭാഗത്തുകൂടി, അതായത് സന്നദ്ധ പ്രവർത്തകർ ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ട് ചൂണ്ടിക്കാണിച്ച് കെടാവർ നായ പരിശോധിച്ചു പോയ രണ്ടാമത്തെ സ്പോട്ടിലാണ് ഇപ്പോൾ പാറക്കൂട്ടങ്ങൾ മാറ്റുന്നത്. ഈ പ്രദേശത്ത് വലിയ രീതിയിൽ പാറകൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലാണ് പാറകളുള്ളത്. ചെറുതും വലുതുമായ പാറകളുടെ വലിയ കൂട്ടം. അതിനു മീതെ മണ്ണും മരക്കഷ്ണങ്ങളും ഒക്കെയുണ്ട്. നമ്മൾ നേരത്തെ മുണ്ടക്കൈയിൽ ഈ വീടുകളൊക്കെ തകർന്ന ഭാഗത്ത് നമ്മൾ പരിശോധന കണ്ടതാണ്. പക്ഷെ അവിടെയൊന്നും ഈ തരത്തിൽ പാറക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് കടന്നു വന്ന ഉരുള് പൊട്ടി കടന്നു വന്ന പുന്നപ്പുഴയുടെ ഭാഗത്തോട് ചേർന്നുള്ള പ്രദേശം കൂടിയാണ് ഈ സ്ഥലം. അവിടെയാണ് വലിയ തോതിൽ പാറക്കൂട്ടങ്ങൾ വന്നടിഞ്ഞിരിക്കുന്നത്. ആ ഭാഗത്താണ് ഇപ്പോൾ JCB എത്തി മണ്ണ് മാറ്റി പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ദുർഗന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ശരീരഭാഗങ്ങളോ ഉണ്ടോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു പരിശോധന നടത്തുന്നത്. ഇന്ന് പ്രദേശവാസികൾ ആരും ഇവിടേക്ക് എത്തിയിരുന്നില്ല. ഇന്നത്തെ ഈ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ജനകീയ പരിശോധനയാണ് ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്നതും ഇന്ന് ചിലയിടങ്ങളിൽ നടത്തിയതും. പല ഭാഗങ്ങളിലും ഈ പ്രദേശവാസികൾ വന്ന് സംശയം പ്രകടിപ്പിച്ച സ്ഥലങ്ങളിലൊക്കെയാണ് ഇന്ന് പരിശോധന പുരോഗമിച്ചത്. പക്ഷേ മുണ്ടക്കൈ സംബന്ധിച്ചിടത്തോളം അങ്ങനെ രണ്ട് പ്രദേശവാസികൾ വന്ന് അവിടുത്തെ ഒരു സ്വഭാവവും സാഹചര്യവും വിശദീകരിച്ച് മടങ്ങിയതിനപ്പുറത്തേക്ക് സന്നദ്ധ പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക മേഖല ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരിശോധിക്കണമെന്ന ആവശ്യമൊന്നും അവർ ഉന്നയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈയിൽ നടക്കുന്ന പരിശോധനയിൽ പ്രദേശവാസികളുടെ സാന്നിധ്യം തീരെ ഇല്ലതാനും. സന്നദ്ധ പ്രവർത്തകരും ഫയർ ആൻഡ് ഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസിന്റെയും ഒക്കെ പ്രവർത്തകരും പോലീസും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയിലാണ് ഈ രണ്ടിടങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒന്ന്, വീട് തകർന്ന് കോൺക്രീറ്റ് പാളികൾ അടിഞ്ഞു കിടന്ന് പാറക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശം. അവിടെയാണ് കെടാവർ നായ ഒരുപാട് നേരം നിന്ന് കറങ്ങുകയും മണം പിടിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തത്. അവിടെ JCB ഉപയോഗിച്ച് കുറെ നേരമായി മണ്ണൊക്കെ മാറ്റി പരിശോധിച്ചിരുന്നു. ഇതുവരെയും അവിടെ ഒന്നും കണ്ടെത്താനായില്ല. ഇപ്പോഴാണ് ഈ പ്രദേശത്ത്, അതായത് പാറക്കൂട്ടങ്ങൾ വന്നടിഞ്ഞിട്ടുള്ള പ്രദേശത്ത്, ദുർഗന്ധമുണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ കെടാവർ നായ പരിശോധിച്ച് മടങ്ങി. അതിന് പിന്നാലെ JCB എത്തിച്ച് ആ പ്രദേശത്ത്, അതായത് പൂർണ്ണമായും മാറ്റുക പ്രായോഗികമല്ല, കാരണം അത്രമേൽ പാറക്കൂട്ടങ്ങൾ വന്നു കിടന്നൊരു പാറക്കോറയ്ക്ക് സമാനമായ സാഹചര്യത്തിലാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. അതിൽ ഈ ദുർഗന്ധം വമിച്ച പ്രദേശത്തും കെടാവർ നായ കുറച്ചുനേരം നിന്ന് കറങ്ങിയ പ്രദേശത്തുമാണ് ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ട് പരിശോധിക്കുന്നത്. മണ്ണെന്ന് പറയാനാകില്ല, പൂർണ്ണമായും ചെളിയാണ്. ഈ പാറക്കൂട്ടങ്ങൾക്കടിയിൽ മുഴുവൻ ചെളിയാണ്. വലിയ മരക്കഷ്ണങ്ങളുണ്ട്, വലിയ പാറക്കൂട്ടങ്ങളുണ്ട്. ഒരുപക്ഷെ ഇതിനടിയിലേക്ക്, അതായത് പുഞ്ചിരിമട്ടത്ത് നിന്ന് ഉരുണ്ടിറങ്ങി വന്ന് കടന്നുപോയത് ഈ വഴികളിലൂടെയാണ്. സ്വാഭാവികമായും അവിടെ നിന്നൊക്കെ കാണാതായ ആളുകളുടെയൊക്കെ മൃതദേഹമോ ശരീരഭാഗങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടാകാം എന്നുള്ള സംശയമാണ് നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും ഈ ദുർഗന്ധം വമിച്ചപ്പോൾ സന്നദ്ധ പ്രവർത്തകർക്കും ഒക്കെ ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. 11 മണിക്ക് പരിശോധന അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു SPGയുടെ നിർദ്ദേശം. പലയിടങ്ങളിലും പരിശോധന അവസാനിപ്പിച്ച് ആളുകൾ മടങ്ങി തുടങ്ങി. പക്ഷേ മുണ്ടക്കൈയിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ്.